പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ച് മാറ്റിയതിൽ ഡോക്ടർമാരെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട്. കുട്ടിക്ക് ശരിയായ ചികിത്സ നൽകിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കുട്ടിയുടെ കൈയിലെ രക്തപ്രവാഹം നിലയ്ക്കാൻ കാരണമെന്താണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ കുടുംബം അറിയിച്ചു. സെപ്റ്റംബർ 24, 25 തീയതികളിൽ ജില്ലാ ആശുപത്രിയിലെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയ കുട്ടിയുടെ കൈയിന്റെ രക്തോട്ടത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 30-ാം തീയതി ആശുപത്രിയിലെ ഓർത്തോ ഒപിയിലെത്തിയ കുട്ടിയുടെ കൈയിലേക്ക് രക്തം വരുന്നുണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടിയുടെ കൈയിലേക്ക് രക്തം വരാതിരിക്കുന്നത് എന്നത് സംബന്ധിച്ചും എങ്ങനെയാണ് കൈ പഴുത്തത് എന്നത് സംബന്ധിച്ചും പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിനു KM, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജൗഹർ KT എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല. ശാസ്ത്രീയമായി ചികിത്സ നൽകിയതായും DMOക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണിതെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. അവര് തെറ്റ് ചെയ്താലും അവരിനെ ഇപ്പോൾ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുള്ളൂ. ഹോസ്പിറ്റലുകാർ അവരിന്റെ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുള്ളൂ. എൻ്റെ മകൾക്ക് നീതി വേണം. എൻ്റെ മകൾക്ക് എന്നല്ല, ഇപ്പൊ നാളെ ആരാണെങ്കിലും പോയാൽ അവർക്കൊരു നീതി വേണ്ടേ. നിലവിൽ വന്നിരിക്കുന്നത് അന്തിമ റിപ്പോർട്ടല്ലെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് വരാനിരിക്കുകയാണെന്നും ചികിത്സാ പിഴവുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും നെന്മാറ MLA K. ബാബു പറഞ്ഞു. ഇപ്പോൾ തന്നിട്ടുള്ളത് പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ്. ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിനനുസരിച്ചുള്ള നടപടി തന്നെ ഉണ്ടാവും. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. മീഡിയ 1 പാലക്കാട്.